മരണത്തെയല്ല നമ്മൾ ഭയപ്പെടേണ്ടത്. ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ കൂട്ടായ്മയും ഓരോ ദൈവദിനവും നമുക്ക് പ്രത്യാശ ഉളവാക്കി മുന്നോട്ട് യാത്ര ചെയ്യണം. അപ്പൊ വിവേചിക്കാൻ നമ്മൾ തയ്യാറാകണം. താൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. അടുത്ത വാക്യം വായിച്ച്, മനസ്സറിഞ്ഞ് കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കുന്നവനാര്? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. അപ്പൊ നമ്മൾ ഏത് നിലയിൽ എത്തിച്ചേരണം എന്നുള്ളതാണ് വചനം പറയുന്നത്. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി തീരണം. വിശുദ്ധിയുടെ തലം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിട്ട് നമ്മൾ മാറുന്നതാണ് വിശുദ്ധി. വേറെ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യുന്നതല്ല വിശുദ്ധി. ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധി നിലനിൽക്കുന്നത്. 1 പത്രോസ് ലേഖനം 1-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം ഒന്ന് വായിച്ച് 1:16. 1 പത്രോസ് 1:16. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. വചനം പറഞ്ഞിരിക്കുന്നത് ആരാണ് വിശുദ്ധൻ? വിശുദ്ധി എന്ന് പറയുന്നത് എന്താണ്? വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ക്യാരക്ടറാണ്, ഒരു സ്വഭാവമാണ്. വിശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ കള്ളം പറയാതിരിക്കുന്നതോ വ്യഭിചാരം ചെയ്യാതിരിക്കുന്നതോ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളല്ല വിശുദ്ധി എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവിക സ്വഭാവത്തോട് അനുരൂപപ്പെടുന്നതാണ് വിശുദ്ധി. ആ വിശുദ്ധമായിരിക്കുന്ന സ്വഭാവമാണ് നമ്മിൽ നിന്ന് പുറപ്പെടേണ്ടത്, പ്രതിബിംബിക്കേണ്ടത്. നമ്മളിലൂടെ പുറത്തു വരേണ്ടത് ദൈവിക സ്വഭാവമാണ് വരേണ്ടത്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ ആയി തീരണമെന്ന് ക്രിസ്തുവിന്റെ മനസ്സ് നമുക്കുണ്ടാകാൻ വേണ്ടി. ഗലാത്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 5-ാമത്തെ 22-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ആത്മാവിന്റെ ഫലമോ അവിടെ തുടങ്ങുന്ന എന്തുവാണ്? സ്നേഹം. ആരുടെ ക്യാരക്ടറാണ്? ദൈവത്തിന്റെ ക്യാരക്ടറാണ്, ദൈവത്തിന്റെ ക്വാളിറ്റിയാണ്. ഈ ക്വാളിറ്റിയാണ് നമ്മളിലേക്ക് വരേണ്ടത്. ഈ ക്വാളിറ്റി വരുന്നതാണ് വിശുദ്ധി. ശുദ്ധി എന്ന് പറയുന്നത് എന്തുവാണ്? ജഡത്തിന്റെ പ്രവൃത്തികളെ നീക്കം ചെയ്യുന്നതിന് ശുദ്ധി എന്നും, ജഡത്തിന്റെ പ്രവൃത്തികളെ നീക്കം ചെയ്യുന്നത് ശുദ്ധി എന്നും, ദൈവത്തിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്ന ദൈവത്തിന്റെ മനസ്സിനെയാണ് വിശുദ്ധി എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ ക്യാരക്ടറിലോട്ട് നമ്മൾ മാറുകയാണ്, ദൈവ സ്വഭാവത്തിലോട്ടായിത്തീരുകയാണ്. അതിനെയാണ് വിശുദ്ധി എന്ന് വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് വരുന്നുണ്ടോ. അവിടെ ആ വാക്യത്തിലോട്ട് ഞാൻ തിരിച്ചു വരുന്നതാണ്. 16-ാമത്തെ വാക്യം 1 കൊരിന്ത്യർ ലേഖനം 2:16 വായിച്ച അവസാനത്തെ വാക്യത്തിൽ നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ്. നമ്മൾ ആരാണ്? അപ്പൊ അനുദിനം നമ്മൾ പരിശോധിക്കേണ്ട എന്താണ്? നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സായിട്ടുണ്ടോ? ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ ക്രിസ്തുവിന്റെ മനസ്സാണോ ഇത്? ക്രിസ്തുവിന്റെ മനസ്സാണോ എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ സ്ഥാനത്ത് കർത്താവായിരുന്നെങ്കിൽ ഈ വിഷയത്തിൽ എങ്ങനെ അതിനെ അഭിമുഖീകരിക്കുമായിരുന്നു? നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഈ സ്ഥലത്ത് യേശു ആണെങ്കിൽ അതിനാണ് യേശുവുമായിട്ട് കമ്പാരിസൺ ചെയ്യുക, താരതമ്യപ്പെടുത്തുക. നമ്മുടെ മനസ്സ് യേശുവുമായിട്ടായോ? അതിനാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ഈ വിഷയത്തിൽ യേശു ആണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഈ തീരുമാനം യേശു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇതിനാണ് ക്രിസ്തുവിന്റെ മനസ്സുമായിട്ട് നമ്മുടെ മനസ്സ് ഒന്നായിത്തീരണം. അതാണ് ക്രിസ്തുവിലാകുക, ക്രിസ്തു നമ്മിലാകുക. ആ ക്രിസ്തുവിന്റെ മനസ്സ് വരുമ്പോഴാണ് നാം വിശുദ്ധരായിത്തീരുന്നത്. അപ്പൊ നമുക്ക് ജഡത്തിന്റെ ക്രിയകളും പ്രവൃത്തികളും എല്ലാം മാറാൻ തുടങ്ങും. ഇത് കാണാതെ വരിക കൊണ്ട് ആരിലാണ്? കൊരിന്ത്യർ സഭയിൽ ഇത് കാണാതെ വന്നു പൗലോസ്. അതുകൊണ്ടാണ് കൊരിന്ത്യർ സഭയെ അതിന്റെ ആഴങ്ങളെ കുറിച്ച് പൗലോസ് മനസ്സിലാക്കി കൊടുക്കാനും അവരെ പഠിപ്പിക്കുവാനും വേണ്ടി പൗലോസ് മുതിരുന്നു. 2-ാമത്തെ അധ്യായത്തിലോട്ട് 3-ാമത്തെ അധ്യായത്തിലോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ്. 3-ാമത്തെ അധ്യായത്തിലോട്ട് വരാം. 3-ാമത്തെ അധ്യായം. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെ അല്ല, ജഡീകന്മാരോട് എന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിക്കാൻ കഴിയുന്നുള്ളൂ. കേട്ടോ, പൗലോസിലൂടെ പറഞ്ഞത് എന്നാ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോട് എന്ന പോലെ അല്ല. ആത്മീയനാരാണ്? വിവേചിക്കുന്നവൻ. ആത്മീയനാരാണ്? ക്രിസ്തുവിന്റെ മനസ്സുള്ളവൻ. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിട്ട് ഞാൻ നിങ്ങളെ കാണാൻ എനിക്ക് പറ്റുന്നില്ല. ജഡികന്മാരോട് എന്നതുപോലെയാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞത്. ഉണ്ടോ? എനിക്ക് നിങ്ങളിൽ ആത്മീയത കാണാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, അത് സ്വാഭാവികമായിട്ട് സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മനുഷ്യന്റെയും വിശ്വാസമുണ്ട് അല്ലേ? ഈ ജുവലറിയുടെ പരസ്യത്തിൽ ഒരിക്കൽ വിശ്വാസം അതല്ലേ? നിങ്ങൾ നോക്കിയ വിശ്വാസം ഇല്ലാത്ത മനുഷ്യൻ ആരാണ്? എല്ലാത്തിലും വിശ്വാസമാണ്. വിശ്വാസമല്ല നമുക്ക് വേണ്ടിയത്, നമുക്ക് ആത്മീക ജീവിതമാണ് വേണ്ടത്. വിശ്വാസ ജീവിതമല്ല ആത്മീയ ജീവിതം. നമുക്കത് തനിയെ രണ്ടും കൂടെ താരതമ്യം ചെയ്ത് പഠിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാ സഹോദരന്മാർ നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോട് എന്നോ പോലെയല്ല, ജഡികന്മാരോട് എന്നോ പോലെ അത്രേ. ക്രിസ്തുവിൽ ആരാണ്? ശിശുക്കൾ, വളർച്ച പ്രാപിച്ചിട്ടില്ല.
രക്ഷിക്കപ്പെട്ടു വന്ന സമയത്ത് ആരായിരുന്നു? ജഡത്തിന്റെ ചിന്തകൾക്ക് അനുസൃതമായിട്ട് പ്രതികരിക്കുന്ന മനുഷ്യരായിരുന്നു ഓരോരുത്തരും, ശിശുക്കളായിരുന്നു. ഈ ശിശുക്കൾക്ക് നൽകി വന്നതായിരുന്നു എന്താണ്? പാല് നൽകി വന്നിരുന്നത്. അത് ആരംഭ ദിശയാണ്. 1 പത്രോസ് ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? 1 പത്രോസ് 2:1. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞു ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുക, വചനം എന്ന മായമില്ലാത്ത പാൽ കൊടുക്കാൻ വാഞ്ചിക്കുക. അപ്പോ ശിശുക്കൾക്ക് എന്തായിരുന്നു കൊടുത്തു വന്നിരുന്നത്? പാല്. വചനം എന്ന മായമില്ലാത്ത പാൽ. ശൈശവ ദിശയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന് മാത്രമാണ് പാല് വേണ്ടത്. അവൻ വളർച്ച പ്രാപിച്ചു കഴിയുമ്പോൾ കട്ടിയായിട്ടുള്ള ദൈവവചനത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ തിരിച്ചറിയുവാനുള്ള പ്രാപ്തിയും ശേഷിയും അവനുണ്ടാകണം. ആരാധിച്ചു മാത്രം സംതൃപ്തി അടയുന്ന ഒരു മനോനിലവാരമല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. 1 മണിക്കൂർ ആരാധിക്കുന്നു, നല്ലതാണ്. പക്ഷെ അതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി? എന്താണ് ആത്മീയ ആഴമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് നിൽക്കാൻ കഴിയാത്തതിന്റെ കാരണം നമ്മുടെ ഉള്ളിൽ വചനം ഇരിക്കുന്നില്ല. വചനം നമ്മുടെ ഉള്ളിൽ ഇരുന്നാൽ ഈ വിഷയം എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്തുകൊണ്ടാണ് എന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇത് എന്തുകൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല. സ്തോത്രം. ഹല്ലേലൂയ. ചില സമയത്തെല്ലാം ദൈവം ഇങ്ങനെ നമ്മളെ നടത്തുമ്പോൾ ഓർക്കണം, ചില സമയത്ത് ദൈവം തന്നെ ചില മേഖലകളെല്ലാം ഇങ്ങനെ അടച്ചിടും. നമ്മളെ അനങ്ങാനാക്കാൻ പറ്റാത്ത കണ്ടീഷനിലാക്കി. കാരണം ദൈവത്തിന് ആ നിലകളിലാക്കി ചില കാര്യങ്ങൾ നമ്മളിലൂടെ ചെയ്യിപ്പിക്കാറുണ്ട്. ചില സമയത്ത് ആഴമായ ദൈവിക വെളിപ്പാടുകളോ ചിന്തകളോ സന്തോഷമോ എല്ലാം ദൈവം തരും. അപ്പൊ ഇത് ദൈവമാണ് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതാണോ, എനിക്ക് ജഡപ്രകാരമാണ് ഇങ്ങനെ ആയിരിക്കുന്നതോ, പിശാചാണ് ഈ സമയത്ത് എന്നെ പീഡിപ്പിക്കുന്നതോ എന്നുള്ള തിരിച്ചറിവ് ഓരോ ദൈവമക്കൾക്കും ഉണ്ടാകണം. അത് ഒരാൾ വന്ന് പറഞ്ഞല്ല അറിയേണ്ടത്. അപ്പനാണ് നമ്മുടെ ദൈവമെങ്കിൽ നമ്മളോട് സംസാരിക്കണ്ടേ? ശരിയല്ലേ? നിങ്ങളുടെ ദൈവമാണ് അപ്പൻ. വേറൊരാളോട് മാത്രമേ സംസാരിക്കുകയുള്ളൂ എങ്കിൽ അത് പിന്നെ എങ്ങനെയാണ് എന്റെ അപ്പനാകുന്നത്? അങ്ങനാവോ? നമ്മുടെ അപ്പനാവോ? എനിക്കതിനെ കുറിച്ച് ബോധ്യം തരണ്ടേ? ദൈവമേ, ഈ കാര്യം എന്താണെന്ന് എനിക്കതിനെ കുറിച്ച് ഒരു ബോധ്യം തരണം. അങ്ങനെ ആയിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കണം. കേട്ടോ, ഇവിടെ പൗലോസ് പറഞ്ഞു വരുന്നത്, എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നില്ല, ജഡികന്മാരോട് എന്നതുപോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്നതുപോലെ അത്രേ സംസാരിക്കുവാൻ കഴിഞ്ഞുള്ളൂ. എന്നിട്ട് 2-ാമത്തെ വാക്യം, ഭക്ഷണമല്ല ഞാൻ അന്ന് നിങ്ങൾക്ക് എന്തല്ല തന്നത്? ഭക്ഷണമല്ല. കാരണം അതിനെന്നുള്ള പക്വത വന്നിട്ടില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്രാമത്തെ വയസ്സൊക്കെ ആകുമ്പോഴാണ് രാഗിയൊക്കെ കൊടുത്തു തുടങ്ങുന്നത്? എത്ര മാസം? 6 മാസം അല്ലേ? 6 മാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 6 മാസം പ്രായം ആകുന്ന സമയത്താണ് നമ്മൾ റാഗിയോ ഒത്തിരി കട്ടിയുള്ള ആഹാരമൊക്കെ കൊടുക്കുന്നത്. അതുവരേക്ക് എന്ത് കൊടുക്കുന്നു? പാല് കൊടുക്കുന്നു. കാരണം ഡൈജഷൻ പ്രോസസ്സിങ് ആ കുഞ്ഞിനുണ്ടാകണം. ജനിച്ച കുഞ്ഞിന് കൊണ്ട് ഉടനെ ഇറച്ചി കൊടുക്കുമോ? ഒരിക്കലും കൊടുക്കില്ല. കൊടുത്തു കഴിഞ്ഞാൽ അതിനത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുപോലെ നമ്മുടെ രക്ഷയുടെ ഭാഗത്തേക്ക് വരുന്ന ഒരാൾക്ക് ഏലിയാവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളും പിന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ലെ, നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് ആദ്യങ്ങൾ അത്ഭുതങ്ങൾ നടക്കുന്നത്? രക്ഷയുടെ ഭാഗത്ത് വന്ന കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കി. പ്രാർത്ഥിക്കുമ്പോൾ ടക്കന കാര്യങ്ങളൊക്കെ നടക്കും. ശരിയല്ലേ? ഇന്നോ മൂക്കിട്ട് ഇഷ ഇപ്പ ഇട്ട ഇമ്മ വരച്ചിട്ട് കാര്യങ്ങളൊന്നും നടക്കുന്നു. എന്തുകൊണ്ടാണ്? അന്ന് തലവേദന വന്ന ഉടനെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ തലവേദന പോകും. ഇന്ന് തലവേദന വന്ന് നമ്മൾ തലയിൽ കൈവച്ചാലും പോകുന്നില്ല, പാസ്റ്റർ ഒന്നും തലയിൽ കൈവച്ചാലും പോകുന്നില്ല. അതേസമയം ദൈവം എന്താ പറയണ്ടേ? കുഞ്ഞെ, അന്ന് നിനക്ക് വേണ്ടതുപോലെ വളർച്ചയില്ല, ഇന്നൊരു തലവേദന പോലും നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലയോ? അപ്പൊ ഈ അത്ഭുതം എന്തിനായിരുന്നു? അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവവചനം ഉറപ്പിക്കാൻ. അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ തന്ന ദൈവവചനത്തെ ഉറപ്പിക്കാനാണ്. അപ്പൊ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് ദൈവത്തോട് നമ്മൾ അടുപ്പിച്ചത്. ദൈവത്തിന്റെ സന്നിധി വരുമ്പോൾ ഇന്നും ആ നിലകളിൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നമ്മൾ വീണ്ടും പഴയതുപോലെ പാലാണ് പ്രതീക്ഷിക്കുന്നത്. എബ്രായർക്കെതിരെ ലേഖനം 6-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഒന്നിരുന്ന് വായിച്ച്. എബ്രായർക്കെതിരെ ലേഖനം 6-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിന്റെ വിശ്വാസം. നിർജീവ പ്രവൃത്തികളെ കുറിച്ച്, ഇതെല്ലാം പാലിന്റെ ഗണത്തിൽപ്പെടുന്നതാണ്. നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള
അടിസ്ഥാന ഉപദേശവും കൂടെയാണ് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം. പിന്നെയോ ദൈവത്തിങ്കലെ വിശ്വാസം. കേട്ടോ, ദൈവത്തിങ്കലെ വിശ്വാസം. നമ്മൾ വിശ്വസിച്ചത് കൊണ്ടല്ലേ ദൈവസ്ഥാനത്തിലേക്ക് വന്നിരിക്കുന്നത്. വീണ്ടും വിശ്വസിക്കാൻ നമ്മളെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? വീണ്ടും നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്ന രീതി നിലയെന്ന് പറയുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ വരുമ്പോൾ നീ വിശ്വസിക്ക്, നീ വിശ്വസിക്ക്, നീ വിശ്വസിക്ക് എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്കും അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് വന്ന എല്ലാവർക്കും വിശ്വാസമുണ്ട്. ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യരുത്. ഇതിനൊക്കെയാണ് പാൽ എന്ന് ദൈവജനം ഉപദേശിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള അടിസ്ഥാനങ്ങൾ പിന്നെ ഇതെന്നാണ് പറഞ്ഞിരിക്കുന്നുണ്ടോ? നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം. അടുത്തത് സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം. വീണ്ടും സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടവനോട് യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവാൻ പറയുക, അല്ലെങ്കിൽ ദൈവവചനത്തിലെ സത്യം അറിയുന്ന മനുഷ്യരോട് കുളിക്കീഴ് സ്നാനപ്പെടാൻ പറയുക. വിവിധ നിലകളിലുള്ള സ്നാന സംബന്ധമായ ഉപദേശങ്ങളെ മാറി മാറി പഠിപ്പിക്കാനല്ല പറഞ്ഞിരിക്കുക. അതിന്റെ ആദ്യ നിലകളിലാണ് ഒരിക്കൽ ചെയ്തു പൂർത്തീകരിക്കുന്ന കാര്യങ്ങളാണ് അവകളെ കുറിച്ച്. അതിന്റെ കൂട്ടത്തിൽ 4 കാര്യങ്ങളാണുള്ളത്. നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ ആ വിഷയങ്ങൾ അടിസ്ഥാന ഉപദേശങ്ങൾ എടുക്കുന്ന ഭാഗങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റും. അടിസ്ഥാന ഉപദേശങ്ങൾ 7 അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടിസ്ഥാന ഉപദേശങ്ങൾ എത്രയാണെന്ന് ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ നിരവധിയുണ്ട്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്നിങ്ങനെയുള്ള അടിസ്ഥാനങ്ങൾ ഇടാതെ ഈ എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കൂട്ടം കാര്യങ്ങളെ പറഞ്ഞിട്ട് 6 കാര്യങ്ങളെ പറഞ്ഞിട്ട് എന്നിങ്ങനെയുള്ള അടിസ്ഥാനങ്ങൾ പിന്നെ ഇടാതെ മത്തായി എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാനം ഇട്ട മനുഷ്യരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പാറമേൽ അടിസ്ഥാനം ഇട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനായി തീരണം എന്ന് പറഞ്ഞിരിക്കുന്ന അടിസ്ഥാനങ്ങൾ, ഇങ്ങനെയുള്ള അടിസ്ഥാനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒഴികെ 7ആണോ 8ആണോ 9ആണോ 10ആണോ ഇങ്ങനെയുള്ള കണക്കുകൾ ബൈബിൾ പറഞ്ഞിട്ടില്ല, ബൈബിളിൽ എഴുതിയിട്ടില്ല. അത് ബൈബിൾ പറയാത്ത അടിസ്ഥാന ഉപദേശം എന്ന കണക്കുകളാണ് പ്രസ്താവിക്കുന്നത്. ഞാനത് അവിടെ വിട്ടു തിരിച്ചു നിങ്ങളെ കൊണ്ടുവരികയാണ്. അപ്പൊ പാൽ എന്നുള്ള ദിശയിലൂടെ യാത്ര ചെയ്യാനല്ല നമ്മൾ വിളിച്ചിരിക്കുന്നത്. ആ എബ്രായ ലേഖനം ബാക്കിയോടെ ഒന്ന് കണ്ടിന്യൂ ചെയ്യാവോ? അതിനെ പൂർത്തീകരിക്കാമോ? നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. ഞാൻ 1-ാമത്തെ വാക്യം മുതൽ 6-ാമത്തെ വാക്യങ്ങൾ 2 കാര്യം പറഞ്ഞു. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം. പാൽ എന്ന് പറയുന്ന ഭാഗങ്ങളെയാണ് ഞാൻ പറയുന്നത്. സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം ഇതെല്ലാം പാൽ ഗണത്തിൽപ്പെടുന്നതാണ്. കൈവെപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെയും കേൾക്കേണ്ട കാര്യമില്ല. മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി നമുക്കറിയാവുന്ന കാര്യങ്ങൾ. എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ അതിനെയാണ് എന്നിങ്ങനെയുള്ള അടിസ്ഥാനം. അത് പാലാണ് എന്ന് പൗലോസ് 5-ാമത്തെ അധ്യായം മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ 14, 15 വാക്യങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ നമുക്കവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? അത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇതാണ് പാൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഉപദേശം. അപ്പൊ നമ്മൾ കട്ടിയായ കാര്യങ്ങളിലേക്കാണ്. അതല്ലാത്ത മനുഷ്യൻ അവൻ തുടക്കത്തിൽ എങ്ങനെ ഇരിക്കുന്നോ അതേ അവസ്ഥയിൽ തന്നെയാണ് തുടരുന്നത്. 2 നിലകളിലാണ് നമുക്ക് ഇതിനെ ഗ്രഹിക്കേണ്ടുന്ന. 2 നിലകളിലാണ്. ഒന്ന്, ഈ ദൈവവചനത്തെ സംബന്ധിക്കുന്ന കാര്യ ഗൗരവമുള്ള ദൈവദാസന്മാരാൽ നമുക്ക് അതിന്റെ പരിജ്ഞാനം കിട്ടണം. 2, ദൈവാത്മാവിനാൽ വായനയിലൂടെ നമുക്കിത് സിദ്ധിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവാത്മാവിനാൽ, ഞാൻ ഒന്നുകൂടെ പറയാം, ദൈവാത്മാവിനാൽ നമ്മൾ ദൈവവചനം നന്നായി വായിക്കുകയും ആ വചനങ്ങൾ നമ്മൾ ധ്യാനിക്കുകയും ഈ വചനങ്ങളെ വെളിപ്പെടുത്തി തരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥമായിരിക്കുന്ന വചന ദിശയിലോട്ട് നമ്മളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകും. ഞാൻ വരുന്നു. തിരിച്ച് നമുക്ക് ഈ 3-ാമത്തെ അധ്യായത്തിലോട്ട് വരാം. 1 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരാം. അതിന് 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഭക്ഷണമല്ല നിങ്ങൾക്ക് പാലാണ് തന്നത്. ഞാൻ പറഞ്ഞു ഏതാണ് ഈ പാലായിരുന്നു എന്നുള്ളത്. പാലാണ് ഞാൻ തന്നത്. നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു. അന്ന് കഴിവില്ലാത്തവരായിരുന്നു. ഇപ്പോഴും കഴിവായിട്ടില്ല. ഇപ്പോഴും എന്തായിട്ടില്ല? കഴിവായിട്ടില്ലെന്ന് പറയാനുള്ള കാര്യം എന്താണ്? ഇതിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുമാണ് കഴിവായിട്ടില്ല എന്ന് പറയുന്നത്. ഇന്നും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡികന്മാരാണ് എന്നുള്ളത് സ്വഭാവത്താലും പ്രവൃത്തിയാലും തെളിഞ്ഞു വരികയാണ്. ആത്മീയരായിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ്. ആ മനസ്സിലോട്ട് നമ്മൾ മാറാതെ ഇപ്പോഴും ജഡികന്മാരായിട്ട് തന്നെ നമ്മൾ തുടരുകയാണ്. ഇപ്പോഴും നിങ്ങൾ ജഡികന്മാരാണ്
നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ. എങ്ങനെയാണ് അതിനെ തിരിച്ചറിയുന്നത്? നിങ്ങളുടെ ഇടയിൽ ഈർഷ്യ ഇരിക്കുന്നു, നിങ്ങളുടെ ഇടയിൽ പിണക്കം ഇരിക്കുന്നു. കുഞ്ഞുങ്ങളിലല്ലേ ഇതുള്ളത്? നമ്മൾ കുഞ്ഞുങ്ങളാകാൻ പറഞ്ഞപ്പോ എന്തിന് കുഞ്ഞുങ്ങളായി? ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആമേൻ. നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളായി. നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി പിണങ്ങുന്നവരായി തീർന്നു. ആ പിണങ്ങുന്ന ആളുകളെ വിളിച്ചിരിക്കുന്ന പേരാണ് ജഡികന്മാർ. കണ്ടോ, നമ്മള് ഇന്നും ജഡികന്മാരാണ്. നമ്മുടെ ഇടയിൽ ഈർഷ്യയുണ്ട്, പിണക്കമുണ്ട്, അല്ലേ? നമ്മൾ എല്ലാവരോടും കരയും പിണങ്ങി. ഒരാളോട് ന്യായമായ നിലകളിൽ സംസാരിക്കേണ്ട കാര്യങ്ങളെ സംസാരിക്കുക എന്നുള്ളത് അത് മനുഷ്യ സഹജമാണ്, നമ്മൾ സംസാരിക്കണം. പക്ഷെ ഒരാളോട് ദീർഘകാല അളവ് കോപമോ പകയോ വെച്ച് പിണങ്ങിയിരിക്കുന്ന ഒരിക്കലും പാടില്ല. ഫാമിലി ലൈഫിൽ പോലും പാടില്ല. ഫാമിലി ലൈഫിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, കുടുംബത്തിൽ ഏതെങ്കിലും നിലകളിൽ നമുക്ക് പിണക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ അത് എന്ത് ചെയ്യരുത്? വെച്ചുകൊണ്ട് ഇരിക്കരുത്. എന്തുകൊണ്ടാണ് അത് വെച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്നത്? സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഒരു സെൽഫ് റൈച്ചസ്നെസ്, സ്വയം നീതീകരണം നമ്മളിലേക്ക് വരും. രാത്രി നമ്മൾ കിടക്കുകയാണ്, നമ്മളിപ്പോ കേട്ടപ്പോൾ നമ്മൾ തീരുമാനിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യാം? നിരന്ന് നന്നായി പോണം, ഇനി പറ്റത്തില്ല, ഇങ്ങനെ പോയാൽ പറ്റുന്നില്ല. പക്ഷേ നമ്മൾ കിടന്നു നാളെ പറയാം, നടക്കില്ല. നമ്മൾ ചിന്തിച്ച് നാളെ പറയാം. പോയി കിടന്ന് ചിന്തിക്കാൻ തുടങ്ങി. ചിന്തിച്ചപ്പം നമ്മുടെ ഭാഗത്താണ് ശരി, തെറ്റവരുടെ ഭാഗത്താണ്. നമ്മുടെ ഭാഗത്ത് ചിന്തിച്ചപ്പോ നമ്മുടെ ഭാഗത്താണ് ശരി. ഒരു രാത്രി ഉറക്കെഴുന്നേറ്റ് കഴിഞ്ഞപ്പോ നമ്മൾ നീതിമാനായി. സ്വയമായിട്ട് നമ്മൾ ആ വിഷയത്തിൽ ഒരു നീതീകരണം എടുത്തു. പിന്നെ നമ്മൾ നിരക്കത്തെ. എന്നാൽ അന്നുള്ള വിഷയങ്ങളൊന്ന് നിരന്നു നോക്കിയേ, അന്ന് മുതൽ നമ്മൾ ക്ലീൻ ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുമ്പ് വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആദ്യം ഇരുന്ന് നോക്കണം, ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ എവിടെയെങ്കിലും ക്രമപ്പെടുത്താനുണ്ടോ. നമ്മുടെ ഒരു ഉടായ്പ പ്രാർത്ഥനയുണ്ട്. എന്തുവാണ്? കർത്താവേ, ഞാൻ അറിഞ്ഞു അറിയാതെ പാപവലം ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് അറിഞ്ഞൂടല്ലോ, അറിഞ്ഞു അറിയാതെ ചെയ്തിട്ടുണ്ട്. വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ, ഇത് കാണാപ്പാടമായി. വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ, ഈ ചെയ്തത് ആര് മാപ്പ് ചോദിക്കും? ദൈവത്തോട് നിരക്കേണ്ട കാര്യം നമ്മൾ ദൈവത്തോട് നിരക്കണം, മനുഷ്യരോട് നിരക്കേണ്ട കാര്യം മനുഷ്യരോട് നിരക്കണം. എങ്കിലേ ആ വിഷയത്തിൽ നമുക്ക് മാറ്റം വരികയുള്ളൂ. കണ്ടോ, ജഡികന്റെ ലക്ഷണമാണ് അവിടെ പറഞ്ഞു വരുന്നത്. അവൻ ആരായിരിക്കും? അവന് വായിച്ചേ, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരെ ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? നമ്മൾ ആരെ പോലെയാണ്? ക്രിസ്തുവിന്റെ മനസ്സുണ്ടാകുന്നോ? ഇല്ല. നമ്മൾ ആരെ പോലെയായി? സാധാരണ മനുഷ്യരെ പോലെ. പിന്നെ നമുക്കുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ പള്ളിയിൽ വരും, നമ്മൾ കൈയടിക്കും, നമ്മൾ പാട്ടുപാടും. അത് ടേപ്പ് റെക്കോർഡ് ഇട്ടിരുന്നാലും അതും ചെയ്യും. അതിന് നമ്മളിവിടെ വരണമെന്നൊന്നും ദൈവത്തിന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്തായി തീരണം? നമ്മളിവിടെ വരുമ്പോൾ ആ ജഡിക സ്വഭാവം മാറി നമ്മൾ ആത്മീക സ്വഭാവമാണ്. അല്ലെങ്കിൽ ജാതികളെ പോലെയാണല്ലോ, അവരങ്ങനെയല്ലേ ചെയ്യുന്നത്. അവരോട് പിണങ്ങുന്നവരോട് പിണങ്ങും, അവരെ സ്നേഹിക്കുന്നവരോട് സ്നേഹിക്കും. ക്രിസ്തുവിന്റെ മനസ്സ് അങ്ങനെ അല്ലല്ലോ. തന്നെ ദോഷിക്കുന്നവരോട്, തനിക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനസ്സായിരുന്നു ക്രിസ്തുവിന്റെ മനസ്സ്. മറ്റത് ജഡിക മനസ്സാണ്. ഇവിടെയാണ് നമ്മൾ ആത്മീക വളർച്ച പ്രാപിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് അകത്തെ മനുഷ്യന് ബലം ഉണ്ടാകുകയാണ്. അകത്തെ മനുഷ്യന് നമ്മൾ ബലം ഉണ്ടാകുമ്പോൾ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന നിലകളിൽ നമ്മുടെ ആത്മാവ് വളർച്ച പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജഡത്തെ നമ്മൾ കാറ്റുകയാണ്. ജഡമാണോ നമുക്ക് വളർന്നു നിൽക്കുന്നത്, ആത്മാവാണോ വളർന്നു നിൽക്കുന്നത്? ഒന്ന് ചിന്തിച്ചേ. അപ്പൊ ഇത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ചെയ്യുവാനാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്, നമ്മളെ സഹായിക്കാൻ. കർത്താവ് എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഏൽപ്പിച്ചു കൊടുത്തു. ഒക്കെ ദൈവം നന്മയിലൂടെ ആ പ്രോസസ്സിംഗ് നിർവഹിക്കാൻ തുടങ്ങും. അതിനെയാണ് ആത്മീക വിഷയത്തിൽ ചിന്തിക്കുക, ധ്യാനിക്കുക, അവന് വളർച്ച പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുക. അതാണ് പൗലോസ് ഞാൻ എപ്പോഴും ആ റോമാലേഖന 7-ാം അധ്യായം എടുക്കണ്ട വായിപ്പിക്കുമ്പോൾ പറയാറുള്ളത്. തന്റെ ജീവിതത്തിൽ കാണുകയാണ്, തന്റെ ശരീരത്തിൽ കാണുകയാണ്, അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്യാനല്ലല്ലോ ആഗ്രഹിച്ചത്, പക്ഷെ ഇതാണല്ലോ ഞാൻ ചെയ്തത്. ശരിയല്ലേ? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എങ്ങനെ എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്? നമുക്ക് എല്ലാവരോടും സ്നേഹത്തിലും സഹകരണത്തിലും ഐക്യതയിലും പോകണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്.
പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നതല്ല ചെയ്തത്. അയ്യോ കർത്താവേ, എന്താ പറ്റുന്നേ, എന്നെ ഇതിനൊന്ന് സഹായിക്കണമേ, എന്നെ ഇതിനെ പ്രാപ്തനാക്കണമേ എന്ന് പറഞ്ഞ് ദൈവകരങ്ങളോട് ശുദ്ധി എന്ന് പറയുന്ന ഭാഗം നമുക്ക് വരുത്താൻ കഴിയുന്ന പ്രോസസ്സിംഗ് അല്ല, നമ്മുടെ ആത്മാവിലൂടെ ആത്മാവാകുന്ന ദൈവം നമ്മുടെ ഉള്ളിൽ വരുത്തുന്ന പ്രോസസ്സിംഗ്. മാത്രം നമ്മളിത് ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ചുമ്മാ ഒരു പഠനത്തിന് വേണ്ടിയിട്ട് ഇത് പഠിച്ചു പോകരുത്. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആ നിലയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകും.